ഇനിയൊരു യാത്ര അത്യാവശ്യമാണെന്ന് തോന്നിയ നിമിഷം ഞങ്ങൾ വിട്ടു. ரொம்ப പിടിച്ചിരിക്കും ഈ യാത്ര. അവന് വേണമെന്നാണോ വേണ്ടെന്നാണോ പറഞ്ഞതെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും അവന് കൊടുത്തില്ല. രാവിലെ ഇഡലിയും സാമ്പാറും കെട്ടിപ്പറക്കി അങ്ങ് ഇറങ്ങി ഞാൻ. കുഞ്ഞാപ്പ് ഉറങ്ങിയപ്പോൾ എനിക്ക് വിശപ്പിടിച്ച്. വിശപ്പിന്റെ അസ്കിതമുള്ളയാണേ. എന്താന്തോ ശ്രീനെ തോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു, ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രയാണേ പാറൂസേ. വണ്ടി നിർത്തി 10 മിനിറ്റ് ഉറങ്ങാൻ കിടന്ന സ്ത്രീയ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ വണ്ടി മൊത്തം കാടാ. ആ പായലും പൊക്കി വന്ന എന്തിനാന്ന് പിന്നെ പറയാം കേട്ടോ. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ലേക്ക് ഡിസ്ട്രിക്റ്റ് ആയിരുന്നു. രാവിലെ ദൊഡ്ഡലി മാത്രമല്ല, ഉച്ചത്തേക്ക് ഫ്രൈഡ് റൈസുമായിട്ടാണ് ഞാൻ വന്നത്. പിന്നെ വട്ടം കൂടി ഇരുന്ന് കുറച്ച് കുശലവും പറഞ്ഞു. ഒരു ഉച്ചമയക്കത്തിന് ശേഷം അടുത്ത യാത്ര. ഉറങ്ങാനും കഴിക്കാനാണോ വന്നതെന്ന് ചോദിച്ചാൽ ആ ക്വസ്റ്റ്യൻ ഇവിടെ ഒരു പ്രസക്തിയില്ല. അവിടുത്തെ കുറച്ച് ബ്യൂട്ടിഫുൾ സ്പോട്ട്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു അടുത്ത പ്ലാൻ. എന്തായാലും നല്ലൊരു സ്പോട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചു. വർത്ത് ഗോയിങ് ആയിരുന്നു. നല്ലൊരു ഹൈക്കിംഗ് എക്സ്പീരിയൻസും കിട്ടി. സമയം 2:30, പോയി വരാനോ 3:30. കട്ട പ്ലാനിങ് ആയിരുന്നു. അടുത്ത ഡെസ്റ്റിനേഷനും ഫിക്സ് ആയി. പോകാൻ നേരത്ത് ഭയങ്കര ആവേശമൊക്കെ ഉണ്ടായിരുന്നു. ഡാൻസും കളിച്ച് ആടിപ്പാടി ഉല്ലസിച്ച യാത്ര തുടങ്ങിയത്. പക്ഷെ ഇറങ്ങി വന്നപ്പോൾ ഇച്ചിരി തളർന്നു. 20 മിനിറ്റത്തെ യാത്രയാണെങ്കിൽ ഞങ്ങൾ പോയി വന്നപ്പോഴത്തേനും താണ്ടടാ 3 മണിക്കൂർ പോയി. അല്ലെങ്കിലും 3 ആണല്ലോ. മല കയറിയപ്പോൾ ഞാനങ്ങ് പ്രകൃതി സ്നേഹിയായിരുന്നു. പ്രകൃതിയുമായി അങ്ങ് സ്നേഹിച്ച് പ്രേമിച്ച് അങ്ങ് ഹൃദംഗ പുളർകിതയായി. മലയും അരുവിയും പുഴയും കാടും തോണിയും, ഓഹോ എന്താ ഒരു വൈബ്. അസ്തമിക്കണ സൂര്യൻ പിന്നെ എൻ്റെ മനസ്സിനെ അങ്ങ് കീഴടക്കി. കൂടുതൽ അങ്ങ് പ്രകൃതി ആസ്വദിച്ച് ശരിയാവൂല എന്ന് മനസ്സിലായി. ഞങ്ങൾ ഓടി ഹൈക്ക് ചെയ്തു. ആൻഡ് വി ആർ ഹിയർ, തിറൈഡൽ കേവ്. ഗുഹ കണ്ട അടുത്ത പണി എന്താണെന്നറിയാലോ? എക്കോ വിടൽ. ആഹാ, കയറി നിന്ന് എല്ലാ പേരും അലറി ഞാൻ. എന്റെ വിളി കേട്ട് പരലോകത്തുനിന്ന് ദേവേന്ദ്രൻ ഇറങ്ങി വരുമെന്ന് പേടിച്ച് ഞാനും ശ്രീയും അവളന്ന് കാട് വിട്ടു. 1 മണിക്കൂർ കൊണ്ട് ഹൈക്കിംഗ് തീർന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ സ്പോട്ട് ചെയ്തിരുന്ന ഞങ്ങൾ പറയണോ 3G ആയി. വല്ല കരടിക്കും സിംഹത്തിന് ഇരയാവാതെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി. ഈ 3 മണിക്കൂറത്തെ യാത്ര ഞങ്ങൾ രണ്ടുപേരെ കുഞ്ഞാപ്പൂനെ നന്നായിട്ട് തളർത്തി. ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്പോട്ടും ലൊക്കേഷനും എങ്ങനെയായിരുന്നു എന്നൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഗുഡ് നൈറ്റ്.